അവർ അറിയില്ല എവിടെ ചെന്ന് പറയണമെന്നുള്ളത്. അവരെടുത്തൊരു ഒരു എന്താണ് ഒരു പ്രൊജക്റ്റ് പ്ലാൻ ജനങ്ങൾക്ക് അറിയേയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന സ്ഥലത്ത് പാലമുണ്ട്, ഇന്ന സ്ഥലത്ത് റോഡുണ്ട്, ഇതല്ലാതെ ജനങ്ങൾക്ക് കാര്യമായിട്ട് ഒന്നും അറിയില്ല. ആ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം എല്ലാ സ്ഥലത്തും ഇപ്പം നിങ്ങൾ ഈ മണ്ണ് ഫില്ല് ചെയ്തെടുത്ത് ഇടിഞ്ഞു വീഴുന്ന സ്ഥലത്തെല്ലാം ജനങ്ങൾ പറയുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഞങ്ങളിത് കുറേ പേര് പറഞ്ഞു, പക്ഷേ ഈ കാര്യങ്ങളൊന്നും അവർ കേട്ടില്ല എന്നുള്ളത്. ആരോട് പറഞ്ഞു, എന്തു പറഞ്ഞു ചോദിച്ചാൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരാൾ പോലും മലയാളിയല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഈ നാഷണൽ ഹൈവേയുടെ പണിയെടുത്തപ്പോൾ എത്രയോ കുന്നുകളാണെന്നേ. ഞാൻ പറയുന്നത് 10, 150, 200 അടി വരെ ഹൈറ്റാണ് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കിയിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടുത്തെ ഒരു 30 നില 35 നില ഹൈറ്റിൻ്റെ മേലേക്ക് കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കിയാൽ ഇടിഞ്ഞു വീഴില്ല എന്നാണോ വിചാരിക്കുന്നത്? അത് വിചാരിച്ച ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതിന് താഴെ കൂടെ പോയ കേരളത്തിലെ റോഡ് സേഫ്റ്റീൻ്റെ ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നില്ലേ? ഈ ഒരാൾ പോലും ഒരക്ഷരം പോലും വേണ്ടിയില്ലോ. നമ്മൾ തന്നെ ലൈവത്തോൺ നടത്തിയതിന് പോലും റിയാക്ഷൻ കിട്ടിയിട്ടില്ല. നമ്മളൊരു ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ലൈവത്തോൺ നടത്തി. എന്ത് പറഞ്ഞിട്ടാണ്? ഒരു നാഷണൽ ഹൈവേ ഇടിഞ്ഞ് ഒരു മനുഷ്യൻ മണ്ണിനടിയിൽ പോയി എന്ന് പറഞ്ഞ് വാർത്ത ചെയ്ത് കേരളം മുഴുവൻ 15-20 ദിവസം ഒരേപോലെ നിന്ന സമയത്ത് നമ്മൾ ലൈവത്തോൺ നടത്തി. ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്.